അമേരിക്കയിലെ ഡിട്രോയിറ്റിൽ പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച അക്രമിയെ സിനിമാ സ്റ്റൈലിൽ ഓടിച്ചിട്ട് കീഴടക്കിയ ഫ്രഞ്ച് അമേരിക്കൻ വൈദികനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരം. ഫാദർ ജീൻ അക്രമിയെ സിനിമാ സ്റ്റൈലിൽ ഓടിച്ചിട്ട് കീഴടക്കുകയായിരുന്നു. ലോഹ ധരിച്ചാണ് വൈദികൻ അക്രമിയെ കീഴടക്കിയത്. തിങ്കളാഴ്ച വൈകുന്നേരം ഡിട്രോയിറ്റിലെ സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുകയായിരുന്ന ഫാദർ ജീൻ അടുത്തുള്ള റോഡിൽ നിന്ന് വലിയൊരു അപകടത്തിന് ശബ്ദം കേട്ടു. ഉടൻ തന്നെ റോഡിലേക്ക് ഓടിച്ചെന്ന വൈദികൻ കണ്ടത് ഒരു ഷൂസ് മാത്രം ധരിച്ച് തന്റെ നേരെ ഓടിവരുന്ന ഒരു യുവാവിനെയാണ്. പുറകിൽ നിന്ന് ആരോ അവനെ പിടിക്കുകയെന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷത്തിൽ മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ ആദ്യ പ്രേരണയെന്നോണം ഫാദർ ജീൻ ആ യുവാവിന് നേരെ ചാടി വീഴുകയായിരുന്നു. പ്രതിയെ പിടികൂടി അദ്ദേഹം നിലത്ത് തള്ളിയിട്ടു. കീഴടങ്ങാൻ വിസമ്മതിച്ച 18-കാരനായ പ്രതി ശക്തമായി പ്രതിരോധിച്ചപ്പോൾ വൈദികന് കുറച്ചു ബലം പ്രയോഗിക്കേണ്ടി വന്നു. ഇതിനിടയിൽ വൈദികന്റെ കൈക്ക് ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രതിയുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോ എന്ന് ഉറപ്പില്ലാതിരുന്നതിനാലാണ് ഭീഷണി ഒഴിവാക്കാൻ അവനെ വേഗത്തിൽ കീഴടക്കിയതെന്ന് ഫാദർ ജീൻ വ്യക്തമാക്കി. തുടർന്ന് മറ്റൊരു ഇടവാംഗത്തിന്റെ സഹായത്തോടെ പോലീസ് എത്തുന്നതുവരെ പ്രതിയെ എവിടെ തന്നെ പിടിച്ചുവെച്ചു. അക്രമിയെ പോലീസിന് കൈമാറിയുടൻ തന്നെ ഫാദർ ജീൻ അപകടത്തിൽപ്പെട്ട കാറിന്റെ അടുത്തേക്ക് ഓടിയെത്തി. പോലീസിനെ വെട്ടിച്ച് അമിത വേഗതയിൽ വന്ന പ്രതി മോഷ്ടിച്ച കാർ മറ്റൊരു കാറിലിടിച്ചാണ് അപകടമുണ്ടായത്. അബോധാവസ്ഥയിലായിരുന്ന സ്ത്രീക്ക് പാരാമെഡിക്കൽ ജീവനക്കാർക്കൊപ്പം നിന്ന് വൈദികൻ പ്രാർത്ഥനകൾ നൽകി. ഭാഗ്യവശാൽ സ്ത്രീക്ക് നിസാര പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൾ സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വൈദികൻ തന്റെ പതിവ് ആത്മീയ കാര്യങ്ങളിലേക്ക് മടങ്ങി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രൈസ്റ്റ് ദ കിങ് സോവറിൻ പ്രീസ്റ്റ് എന്ന സമൂഹത്തിലെ അംഗമാണ് ഫാദർ ജീൻ. പാരീസിന് സമീപം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് സെമിനാരി പഠനം നടത്തിയത്. നിലവിൽ ഡെട്രോയിറ്റിലെ സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികാരിയായ അദ്ദേഹം അമേരിക്കയിലെ പ്രശസ്തമായ റെജീന ചെല്ലി അക്കാദമിയുടെ ഡയറക്ടർ ബോർഡിലെ പ്രത്യേക അംഗം കൂടിയാണ്. അപകടഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഒരു സ്ത്രീയുടെ രക്ഷയ്ക്കായി മുന്നിട്ടിറങ്ങിയ വൈദികനെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം അഭിനന്ദിക്കുകയാണ്.